അപ്പോ എന്തായാലും നമ്മളിപ്പോ അടുത്ത മാസം മുതൽ ഏപ്രിൽ മുതൽ ഒരുപാട് ഗൾഫ് പ്രോഗ്രാംസ് ഉണ്ട്. ഒരുപാട് ഗൾഫ് പ്രോഗ്രാംസ് ഉണ്ട്. എന്നിട്ട് TV ഷോ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം കിട്ടുന്നത് 14-ന് മുകളിലാണ് കിട്ടുന്നത്. വെറുതെ അല്ലേ ചോദിച്ചോക്ക്. അതിന് സാരിയോ ചുരിദാറോ നൈറ്റിയോ ലഗന്തിയോ എന്തും മേടിക്കാനുള്ള സമ്പാദ്യം എനിക്കുണ്ട്. ഞാനൊരു സംഭവം തന്നെ അല്ലയോ. പിന്നെ എന്താ ഗ്ലാമർ. കോടികൾ ആസ്തി വരെ ഉണ്ട്. വീട്ടില് പല രീതിയിലുള്ള ഓഹരികളൊക്കെ കിട്ടാനുമുണ്ട്. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്വത്തിന് അവകാശമുണ്ട്. അയ്യോ സമ്മതിച്ചു സാറേ. മനു ഡോണ്ട് പ്ലേ ദ ഫൂൾ. കാരണം എനിക്കും എന്റെ അനിയത്തി ആൻമരിയ റോസ്പെരയ്ക്കും എടക്കൂച്ചിയിലെയും തൈക്കാശ്ശേരിയിലെയും തങ്കിയിലെ സ്വത്തിനും അവകാശമുണ്ട്. കാരണം അമ്മക്ക് ഓഹരിയുണ്ട് തങ്കിയില്, മനസ്സിലായ 10 സെന്റ്. പിന്നെ തൈക്കാശ്ശേരിയില് ഒരു 10 സെന്റ് ഉണ്ട്. എടക്കൂച്ചിയിൽ 10 സെന്റ് ഉണ്ട്. അങ്ങനെ 30 സെന്റ് സ്ഥലത്തിന്റെ അവകാശിയാണ് ഞാൻ. വേണ്ട നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതില് നേർപ്പകുതി എടുത്തു കഴിഞ്ഞാലും 1.25 കോടി എനിക്ക് അവകാശമുള്ളതാ. 1.25 കോടി. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ബുദ്ധി വളർച്ച കുറവുമില്ല. അത്യാവശ്യം സംസാരിക്കാനുള്ള ആൾക്കാർക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ബുദ്ധി ഉള്ള ആൾക്കാർക്കാണ് മണ്ടന്മാരെന്ന് ഞാൻ പറയാം. വ്യക്തമായില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് പ്രപ്പോസലും ഒരുപാട് ബ്രോക്കർമാരെയും കാണുന്നതുകൊണ്ട് എന്താണ് കേരളത്തിൽ നിന്ന് നടക്കുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ നമ്മള് മുംബൈ, ഹൈദരാബാദ്, പൂനെ. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ ജമ്മു കാശ്മീർ, പിന്നെ ആസാം, പിന്നെ ഹരിയാന, പിന്നെ പഞ്ചാബ്, ഒറീസ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മള് എങ്ങനെ ഇരിക്കണം? പാകിസ്ഥാൻ പറയണല്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാ? ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. നമ്മള് ആരെ തളർത്താൻ നോക്കൂല. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു